2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനിടെ സ്വന്തം ജീവൻ പണയം വെച്ച് 2000-ഓളം ആളുകളെ രക്ഷപ്പെടുത്തുകയും പിന്നീട് 2 വർഷത്തിലേറെ ഗാസയിലെ തുരങ്കത്തിനുള്ളിൽ തടവിൽ കഴിയുകയും ചെയ്ത യുവാവിന്റെ കഥ ശ്രദ്ധ നേടുന്നു. ലണ്ടനിലെ ഷോറിഡിച്ചിൽ നടന്ന നോവ എക്സിബിഷനിലാണ് ബാർ കൂപ്പർസ്റ്റൈൻ എന്ന 24-കാരൻ വികാരഭരിതമായ പ്രസംഗത്തിലൂടെ താൻ നേരിട്ട ഭീതിജനകമായ അനുഭവങ്ങളും തന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ അനുഭവങ്ങളും വെളിപ്പെടുത്തിയത്. ആക്രമണം നടക്കുമ്പോൾ നോവ ട്രാൻസ് ഫെസ്റ്റിവലിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു അന്ന് 21 വയസ്സുണ്ടായിരുന്ന ബാർ. ഭീകരർ കിബൂട്ട്സിലും ഫെസ്റ്റിവൽ നഗരിയിലും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അവിടെ തന്നെ തുടർന്ന് ആളുകളെ സഹായിക്കാനാണ് ബാർ തീരുമാനിച്ചത്. തന്റെ ATVയിൽ പരിക്കേറ്റവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ അവൻ ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ സഹായത്തോടെ അടിയന്തര രക്ഷാപാത തുറന്നു കൊടുത്തു. ഈ പാതയിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭീകരരുടെ മരണക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. തന്റെ ഭീകരമായ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കവേ താൻ വാഹനത്തിൽ നിന്നിറങ്ങി എല്ലാ വശത്തു നിന്നും വെടിയുച്ചകൾ ഉയരുമ്പോൾ കാട്ടുപ്രദേശത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് ബാർ വിശദീകരിച്ചു. തലയ്ക്ക് മുകളിലൂടെ വെടിയുണ്ടകൾ പായുമ്പോൾ താൻ നിലത്ത് കിടന്ന് ഇഴയാൻ തുടങ്ങി. പിന്നാലെ ഭീകരരും സംഭവസ്ഥലത്തെത്തിയ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനികരും തമ്മിലുള്ള നീണ്ട വെടിവെപ്പും കേട്ടതായും ബാർ വ്യക്തമാക്കി. മറ്റ് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ചേർന്ന് ഭീകരർക്ക് നേരെ വെടിയുതിർത്ത് ചേർത്ത് നിൽക്കുന്നതിനിടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേർ കൊല്ലപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഭീകരരുടെ പിടിയിലായ ബാറിനെ കൈകാലുകളും കഴുത്തും ബന്ധിച്ച നിലയിൽ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 50 മീറ്റർ താഴ്ചയുള്ള ഇരുണ്ട തുരങ്കത്തിനുള്ളിൽ പൂട്ടിട്ട് കണ്ണുകെട്ടി ഉപ്പുവെള്ളവും കുറഞ്ഞ ഭക്ഷണവും മാത്രം നൽകിയാണ് അവനെ പാർപ്പിച്ചത്. ദിവസേനയുള്ള മർദ്ദനത്തിൽ അവന്റെ കാല് തല്ലി ഒടിക്കുകയും ചെയ്തു. തടവറയിൽ വെച്ച് ലഭിച്ച ഒരു റേഡിയോയിലൂടെ അമ്മ ജൂലി കൂപ്പർസ്റ്റൈൻ്റെ ശബ്ദം കേട്ടതാണ് തനിക്ക് ജീവിക്കാനുള്ള പ്രത്യാശ നൽകിയതെന്ന് ബാർ ഓർത്തെടുത്തു. ഒടുവിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 738 ദിവസത്തെ തടവറവാസത്തിന് ശേഷം 2025 ഒക്ടോബർ 13-നാണ് അവൻ മോചിതനായത്. സംസാരിക്കാനോ സ്വതന്ത്രമായി ഒന്ന് അനങ്ങാനോ പോലും അനുവാദമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു തടങ്കൽ ജീവിതമെന്ന് ബാർ പറഞ്ഞു. പലപ്പോഴും മർദ്ദനമേറ്റിരുന്നു. ഒരിക്കൽ ഹമാസിനെ അനുകൂലിച്ച് പ്രചാരണ വീഡിയോ ചിത്രീകരിക്കാൻ തന്നെ നിർബന്ധിച്ചെന്നും ജീവനോടെ ഉണ്ടെന്ന വിവരം കുടുംബത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിന് വഴങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. തടങ്കൽ ജീവിതത്തിനിടെ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ലഭിച്ചതാണ് പ്രതീക്ഷയ്ക്ക് വെളിച്ചമായത്. അതിലൂടെയാണ് ഇസ്രയേൽ റേഡിയോ പരിപാടികൾ കേൾക്കാൻ കഴിഞ്ഞതെന്നും തന്റെ ജന്മദിനത്തിൽ അവതാരകർ ആശംസ നേർന്നതും അമ്മ ജൂലി കൂപ്പർസ്റ്റൈൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതും ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 738 ദിവസത്തെ തടങ്കലിന് ശേഷം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മറ്റു ബന്ദികൾക്കൊപ്പമാണ് ബാറും മോചിതനാകുന്നത്. തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുഖത്ത് പതിച്ച സൂര്യപ്രകാശവും പുറത്തുനിന്നുള്ള ലോകത്തിന്റെ ശബ്ദവും ഇന്നും തനിക്ക് മറക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മോചനശേഷം മാതാപിതാക്കളെ കണ്ടുമുട്ടിയ നിമിഷം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലണ്ടനിൽ നടന്ന പ്രദർശനത്തിൽ ബാറിന്റെ പ്രസംഗം കേട്ട് സദസ്സിലുണ്ടായിരുന്ന ഏഡൻ റോസ്റ്റർ എന്ന വ്യക്തിയും കണ്ണീരണിഞ്ഞു. അന്ന് താനും സുഹൃത്തുക്കളും രക്ഷപ്പെട്ട അടിയന്തര പാത തുറന്നു തന്നത് ബാറായിരുന്നുവെന്ന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഡൻ തിരിച്ചറിയുന്നത്. തുടർന്ന് അവൻ വേദിയിലെത്തി ബാറിനെ കെട്ടിപ്പിടിക്കുകയും ജീവൻ രക്ഷിച്ചതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മറ്റൊരു അതിജീവിതയായ അനിത കൺഫോർട്ടി തങ്ങൾ അനുഭവിച്ച ക്രൂരതകളും ഭീതിജനകമായ ഓർമ്മകളും പങ്കുവച്ചു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, ലണ്ടൻ മേയർ സാദിഖ് ഖാൻ എന്നിവരടക്കം 40,000-ലധികം ആളുകളാണ് ആക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതിയ ഈ പ്രദർശനം സന്ദർശിച്ചത്. സംഗീതോത്സവത്തിനെത്തിയവർ ഒരു നിമിഷം കൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഓടേണ്ടി വന്ന സാഹചര്യം ഇന്ന് മനസ്സിൽ മായാതെ നിൽക്കുകയാണെന്ന് അന്നത്തെ ദൃക്സാക്ഷികൾ പലരും വെളിപ്പെടുത്തുന്നു. ഭീകരാക്രമണത്തിൽ നിരവധി സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതായും ആ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ പിന്തുടരുമെന്നും അത്തരത്തിൽ സംഘർഷത്തെ അതിജീവിച്ച അനിത പറയുന്നു.